ശക്തമായ എൽനിനോ പ്രതിഭാസത്തിലൂടെ കടന്നുപോകുകയാണ് ദക്ഷിണേന്ത്യ. ഇതിന്റെ ഏറ്റവും മോശമായ സ്ഥിതിയാണ് ബംഗളൂരുവിലെ നഗരത്തിൽ കാണുന്നത്. നഗരത്തിലെ ഏതാണ്ട് 3000-ലധികം കുഴൽക്കിണറുകൾ വറ്റിക്കഴിഞ്ഞെന്നാണ് കഴിഞ്ഞ ദിവസം ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അറിയിച്ചത്. ഇതിന് പിന്നാലെ ബംഗളൂരു നഗരത്തിലെ വിദ്യാലയങ്ങളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ജലക്ഷാമത്തെ തുടർന്ന് പൂട്ടിത്തുടങ്ങി. നഗരത്തിലും അതിനോടനുബന്ധിച്ചുള്ള പ്രദേശങ്ങളിലെ ഹോസ്റ്റൽ സൗകര്യത്തോടുകൂടിയ പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശക്തമായ ദൗർബല്യത്താൽ പൂട്ടിത്തുടങ്ങിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. വെള്ളമില്ലാതെ സ്ഥാപനങ്ങൾ പൂട്ടുമ്പോൾ ക്ലാസുകൾ വീണ്ടും ഓൺലൈനുകളിലേക്ക് മാറുകയാണ്. ബംഗളൂരു അർബൻ ജില്ലയിലെ എല്ലാ താലൂക്കുകളും വരൾച്ച ബാധിച്ച പ്രദേശമായി പ്രഖ്യാപിച്ചു. നഗരത്തിലെ പല വിദ്യാലയങ്ങളുടെ ഗേറ്റുകളും അടഞ്ഞ നിലയിലാണ്. ജലക്ഷാമം രൂക്ഷമായതിന് പിന്നാലെ ടാങ്കർ ലോറി വഴിയുള്ള ജലവിതരണം വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു. പലയിടത്തും ടാങ്കർ ജലം പോലും കിട്ടാത്ത അവസ്ഥയാണ്. അതേസമയം മറ്റിടങ്ങളിൽ ഇരട്ടിയിലേറെ വില കുടിവെള്ളത്തിന് ഈടാക്കുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്. ജലക്ഷാമം രൂക്ഷമായതിന് പിന്നാലെ സർക്കാർ ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നാലെ പരാതി പ്രവാഹമായിരുന്നു നടന്നത്. നഗരത്തിൽ ലോറികളിൽ വരുന്ന വെള്ളത്തിന് 600 മുതൽ 1200 രൂപയാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അടിസ്ഥാന വില. എന്നാൽ ഇതിന്റെ 2-3 ഇരട്ടി തുകയാണ് ലോറിക്കാർ ഈടാക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. സാങ്കേതിക ഉപദേശക സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ കരാർ അടിസ്ഥാനത്തിൽ നഗരത്തിൽ 200 സ്വകാര്യ ടാങ്കറുകൾക്ക് 4 മാസത്തേക്ക് ജലനിരക്ക് നിശ്ചയിച്ചാണ് ഇപ്പോൾ ഓടിക്കുന്നത്. 5 കിലോമീറ്റർ വരെയുള്ള ദൂരത്തിന് 6000 ലിറ്റർ വെള്ളം എത്തിക്കാൻ വാട്ടർ ടാങ്കിന് 600 രൂപ നൽകണം. 8000 ലിറ്ററിന് 700 രൂപ, 1200 ലിറ്ററിന് 100 രൂപ എന്നിങ്ങനെയാണ് നിരക്ക് വരുന്നത്. 5 മുതൽ 10 കിലോമീറ്റർ ദൂരമാണെങ്കിൽ 6000 ലിറ്ററിന് 750 രൂപയും 8000 ലിറ്ററിന് 850 രൂപയും 12000 ലിറ്ററിന് 1200 രൂപയും നൽകണം. നിരക്കുകളിൽ GST ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് ബംഗളൂരു ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.